ഗാന്ധിജിയുടെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സോളാർ എനർജിയെക്കുറിച്ച് കൂടുതൽ താല്പര്യമുണ്ടാകുന്നതിനും നമ്മുടെ ഊർജം നന്നായി വിനിയോഗിക്കുന്നതിനും ആവശ്യമായ വിധത്തിൽ സോളാർ എനർജി വിനിയോഗിക്കപ്പെടുന്നതിനും പറ്റുന്ന പരിശീലനം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം 500-ൽ പരം വിദ്യാർത്ഥികൾക്ക് അതിനുള്ള പരിശീലനം ഇവിടെ വെച്ച് നൽകുകയുണ്ടായി. അധ്യാപകർ ഇതിനെക്കുറിച്ച് പരിശീലനം നേടുകയും വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതെ കണ്ട് അത് ഭൂമിയിൽ കിടന്ന് മറ്റുമൊക്കെ കിടന്നിട്ട് അത് ചെടികൾക്കും വെള്ളത്തിനുമൊക്കെ പ്രശ്നമാകുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയെങ്കിലും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാനുള്ള ലക്ഷ്യമുണ്ട്. അത് ഈ LED ബൾബുകൾ പഠിപ്പിക്കുകയും അത് വീട്ടിൽ ഉപയോഗിക്കുകയും മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കുന്നുണ്ട്. ആ വാർഡിലെ ആളുകളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത്. അതുകൂടാണ്ട് ക്യാമ്പസിൽ ഇത്രയും കുട്ടികൾ അത് പഠിക്കുന്നതോടുകൂടി അവരുടെ വീടുകളിലും അവരുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിലുമെല്ലാം അവർ ഇത് പ്രചരിപ്പിക്കും. അതുകൊണ്ടാണ് അവരെ ഒരു ബ്രാൻഡ് അംബാസിഡർമാർ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്രയും ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള നമ്മുടെ ഒരു ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് നാഷണൽ സർവീസ് സ്കീം അല്ലെങ്കിൽ NSS എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ സോളാർ LED ബൾബുകൾ ഉണ്ടാക്കുന്നതിലൂടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിത സൗകര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പ്രകൃതി സംരക്ഷണവും ഊർജ്ജ സംരക്ഷണവും എങ്ങനെ മികച്ച രീതിയിൽ നിലനിർത്താമെന്നുള്ളതിനെക്കുറിച്ചും കുട്ടികൾക്ക് അവബോധമുണ്ടാക്കുകയും കുട്ടികൾ തന്നെ അതിൻ്റെ അംബാസിഡേഴ്സായിട്ട് മാറുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ സോളാർ അംബാസിഡർ എന്നുള്ളതായിരിക്കുന്ന പദ്ധതി. അപ്പോൾ ഇതിൽ പങ്കെടുത്തതിലൂടെ കുട്ടികൾക്ക് LED ബൾബുകൾ സോളാർ LED ബൾബുകൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനവും അത് കുടുംബശ്രീ പോലുള്ളതായിരിക്കുന്ന കുടുംബശ്രീയിലുള്ള പ്രവർത്തിക്കുന്നതായിരിക്കുന്ന സ്ത്രീകളെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതിയുടെ വിഭവങ്ങളെ ശരിയായിട്ടുള്ള നിലയിൽ ചൂഷണം ചെയ്യുവാനായിട്ട് കഴിവുള്ളതായിരിക്കുന്ന ഒരു പരിശീലനം ലഭിച്ചതായിരിക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ സോളാർ LED ബൾബ് ഉണ്ടാക്കുന്ന പരിശീലനത്തിലൂടെ NSS കുട്ടികൾക്ക് ലഭിച്ചത്. കുട്ടികൾ വളരെ സന്തോഷത്തോടെയും വളരെ ആത്മാർത്ഥതയോടും കൂടെ ഈ പരിശീലനത്തിൽ പങ്കെടുക്കുകയും കുടുംബശ്രീയിലുള്ള സ്ത്രീകളെ അത് പഠിപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ മാനസികവും ബൗദ്ധികവുമായിരിക്കുന്ന വികാസത്തിനും ഇത് സഹായകമായി തീർന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. പ്രോഗ്രാമാണ് ഗാന്ധി ഗ്ലോബൽ സോളാർ യാത്ര എന്നുള്ള IIT മുംബൈയും MHRDയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിൽ നമ്മൾ സോളാർ ലിറ്ററസി എന്നുള്ള കാര്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. നമുക്ക് സോളാർ ലാമ്പുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാനും ആ സോളാർ ലാമ്പ് അസംബിൾ ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ പഠിക്കണം എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഈ സോളാർ പാനലിൽ നമ്മൾ വെയിലത്ത് കൊണ്ടുവയ്ക്കുക. ഇതിനകത്ത് നിന്ന് ചാർജ് ചെയ്യാനുള്ള യൂണിറ്റാണ്. ഇത് ചാർജ് ചെയ്യുന്ന യൂണിറ്റ് ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സോളാർ എനർജി ഇത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ഇതിലടിക്കുന്ന ലൈറ്റ് എനർജി ഈ PCB വഴിയായിട്ട് നമ്മൾ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എനർജി നമുക്ക് യൂസ് ചെയ്യാം. രാത്രി പഠിക്കാനൊക്കെ ഉള്ള രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ നമുക്ക് സോളാർ എനർജി ലൈറ്റ് എനർജി നമുക്ക് കിട്ടുന്ന ഇഷ്ടംപോലെ എനർജി കിട്ടുന്നുണ്ട്. ഈ എനർജി നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ആ പർപ്പസിന് വേണ്ടിയിട്ട് കൂടുതൽ ലാർജ് സ്കെയിലായിട്ട് നമുക്കിവിടെ കിട്ടുന്ന എനർജികളൊക്കെ നമുക്ക് ഇതേപോലെ സേവ് ചെയ്തിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എനർജിയെ അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക, അതുപോലെ എനർജി നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വഴിയായിട്ട്. സോളാർ എനർജി നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രകൃതിക്കോ നമ്മളുടെ എൻവയോൺമെൻറ്റോ ഒരു പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ LED ലാമ്പ് തെളിക്കുന്നതിന് വേണ്ടി LED ലാമ്പ് ഇതാണ്. LED തെളിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പൊല്യൂഷനും ഇല്ല. നേരെ മറിച്ച് നമ്മളുടെ ട്യൂബാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ പാർട്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ് പോണത്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള LED ലാമ്പാണ്. ഇതിൻ്റെ ഓരോ പാർട്സും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് അസംബ്ലിങ്ങിന് മുമ്പ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇതിൻ്റെ ബേസ് പോർഷൻ, അതിനെ നമ്മൾ 2 പേരിൽ വിളിക്കും. ഇത് 2 പാർട്സ് ആയിട്ടാണ് ബേസ് പോർഷൻ. ഇത് ബേസ് ബോട്ടം, ഇത് ബേസ് ടോപ്പ്. ഇനി അതിനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കേബിളിനെ നമ്മൾ ഗൂസ് നെക്ക് എന്നാണ് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഈ വയർ കടത്തിവിടുന്നത്.
ഇത് ചെന്ന് ചേരുന്ന ഈ പോർഷനെ ഫൈബർ ക്യാപ്പ് എന്നാണ് പറയുന്നത്. ആ ക്യാപ്പിനകത്താണ് നമ്മൾ LED വെക്കുക. LED ഇവിടെയായിട്ടാണ് വെക്കുക. പിന്നെ ഇത് റിഫ്ലക്ടർ, അത് കവർ ചെയ്യാനുള്ള ഗ്ലാസ് കവർ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി, ഇത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ഇത്രയാണ് ഇതിൻ്റെ പാർട്സ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ പാനൽ, യൂസ് ചെയ്യുന്ന പാനൽ. ഇനി ഇത് എങ്ങനെ അസംബിൾ ചെയ്യുന്ന മരിയ പറഞ്ഞു തരും. ഇപ്പോൾ പാർട്സ് എല്ലാവരും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇത് അസംബിൾ ചെയ്യണത് എങ്ങനെയാണെന്ന് പറയാം. ഇത് ബേസ് ബോട്ടം, ഇത് ബേസ് ടോപ്പ്. ബേസ് ടോപ്പിൻ്റെ ഇവിടെയാണ് നമ്മൾ സ്വിച്ച് കൊടുക്കുന്നത്. ഇത് 2 മോഡ് സ്വിച്ചാണ്. ഇത് നമ്മുടെ CPU-ലൊക്കെ സ്വിച്ച് ഇരിക്കുന്ന ഒരു ഇതറിയാലോ, മുകളിലേക്ക് ആരോ വരണം, അത് ഇതിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് ഫൈബർ ക്യാപ്പ്. ഈ ഫൈബർ ക്യാപ്പിലേക്ക് ഇത് ഗൂസ് നെക്ക്, ഈ ഗൂസ് നെക്ക് ഫൈബർ ക്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിൻ്റെ നെക്സ്റ്റ് പോർഷൻ ബേസ് ടോപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതിന് ശേഷം ഇതാണ് ഗൂസ് വയർ. ഇതിലൂടെ കടത്തി ഇവിടെ കൊണ്ടുവരിക. ഇതിലൂടെ കടത്തി മുകളിലേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് മെയിൻ സർക്യൂട്ട് പ്രിപ്പയർ ചെയ്യാം. ഇതാണ് ബേസ് ബോട്ടം, ഇത് PCB പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഇതിൽ അത്യാവശ്യം തന്നെ എല്ലാ കമ്പോണൻസും, ഇതിനാവശ്യമായ എല്ലാ കമ്പോണൻസും പ്രിന്റഡ് ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ചാർജ് ചെയ്യുന്ന പോർഷൻ. ഈ ചാർജ് ചെയ്യുന്ന പോർഷൻ ഈ ഓപ്പണിങ്ങിൽ വരാൻ പാകത്തിന് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 തരം സ്ക്രൂ ഉണ്ട്. ഇത് 3mm സ്ക്രൂവും ഇത് 7mm സ്ക്രൂ. 3mm സ്ക്രൂവ് 3 എണ്ണം ഉണ്ട്. അത് ഉപയോഗിച്ച് ഇവിടെ സ്ക്രൂ ചെയ്യുക. അതിനുശേഷം ഈ ഗൂസ് വയർ ഈ സർക്യൂട്ടിൽ ഒരു ബ്ലാക്ക് സോക്കറ്റ് കാണുന്നുണ്ട് വരുന്നത് ബാറ്ററി. ഈ ബാറ്ററിയുടെ ഇവിടെ വൈറ്റ്, ഇവിടെയും ഒരു വൈറ്റ് സോക്കറ്റ് കാണാം. അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ബാറ്ററി ഇതിലിങ്ങനെ വെക്കുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് ഇവിടെ 7mm സ്ക്രൂ വെച്ച് ഇവിടെ അത് സ്ക്രൂ ചെയ്യുക. ഇനി LED സ്ട്രിപ്പ് വയ്ക്കുന്നതാണ്. ഇത് LED സ്ട്രിപ്പ് സോളിഡർ ചെയ്യാത്തതാണ്. ഇത് സോളിഡർ ചെയ്ത LED സ്ട്രിപ്പ്. ഇതിന് മുകളിലൂടെ വരുന്ന ഈ വയറിലേക്ക് ഈ സ്ട്രിപ്പ് ഇവിടെ വെച്ചതിന് ശേഷം ഇതുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് ലൈറ്റ് എല്ലാം സ്കാറ്റർ ചെയ്ത് പോകാതെ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇത്. അത് ആദ്യം വെക്കുക. അതിനുശേഷം ഗ്ലാസ് വയർ ഇട്ട് വലിയ സ്ക്രൂ വെച്ച് ഇവിടെ സ്ക്രൂ ചെയ്യാം. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് പ്രൊഡക്റ്റാണിത്. ഇത് 2 മോഡ് സ്വിച്ചാണ്. ഫസ്റ്റിൽ ചെറിയൊരു ഇൻറ്റൻസിറ്റിക്കും, രണ്ടാമത്തെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി, മൂന്നാമത്തേന് ഓഫ്. ഇനി ചാർജ് ചെയ്യേണ്ട സമയത്ത് ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുക. ഇതാണൊരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ്. താങ്ക് യു. ഇനി നമുക്ക് അസംബിൾ ചെയ്യുന്നത് ഓരോരുത്തരായിട്ട് ഒരു കിറ്റ് കൂടെ തന്നിട്ടുണ്ട്. ആ കിറ്റിൻ്റെ കൂടെ ഒരു കിറ്റിനകത്ത് 2 പേര് കൂടി ചേർന്നിട്ട് ഇത് അസംബിൾ ചെയ്യാം. അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരും ഓരോന്നായിട്ട്. നിങ്ങളെല്ലാവരും കണക്ട് ചെയ്തോ? ലൈറ്റ് കത്തിയോ? അപ്പോൾ ഒന്ന്
ഫോസിൽ ഫ്യൂവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു സോളാർ പവറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് നന്നായി പറഞ്ഞു തന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ജോർജ് ജെയിംസ് സാറിന് എൻ്റെ വ്യക്തിഗതമായ പേരിലും NSS വോളണ്ടിയേഴ്സിൻ്റെ പേരിലും നന്ദി അറിയുന്നു. ഭാവിയിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ സൗരോർജ്ജം. അത് ഇനിയിപ്പം സാറ് ആദ്യം പറഞ്ഞായിരുന്നു ഫോസിൽ ഫ്യൂവൽസ് തീരാൻ പോവുക. അപ്പോൾ ഇനി തന്നെ നമ്മൾ എപ്പോഴും പറയും ഓടുന്ന വട്ടിക്ക് ഒരു മുഴം മുമ്പെന്ന് പറയും. അതുപോലെ നമ്മൾ ഇനി വന്ന കാലത്ത് നമുക്ക് അല്ലലില്ലാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഇച്ചിരി റിമോട്ടായിട്ടുള്ള ഏരിയസിൽ നമുക്കറിയാം ഇപ്പോഴും ഇലക്ട്രിസിറ്റി എത്താത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയാണേലും അവിടെയുള്ള പിള്ളേർക്ക് പഠിക്കാനൊക്കെ ആണേലും ഒത്തിരി ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു സോളാർ ലാമ്പ് അല്ലെങ്കിൽ സൗരോർജം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ അതിനു വേണ്ടിയുള്ള അത് അസംബിൾ ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പം റിപ്പയർ ചെയ്യാനും നമ്മളെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിപ്പിച്ച സാറിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്താണ് ഈ പ്രോഗ്രാമിൽ കിട്ടിയത്? എന്ത് കിട്ടി? ഈ പ്രോഗ്രാം കൊണ്ട് എന്തറിവാണ് നിങ്ങൾക്ക് കിട്ടിയത്? എങ്ങനെയോ പുതിയ അറിവ് കിട്ടി. സോളാർ എനർജി, സോളാർ പാനൽ കണക്ട് ചെയ്ത് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന എനർജി ഇതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ സ്റ്റോർ ചെയ്ത എനർജി നമ്മൾ ലൈറ്റായിട്ട് LED ലാമ്പ് കത്തിയാൻ ഉപയോഗിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും അതേപോലെ കോളേജിൻ്റെ പേരിലും എല്ലാ ആശംസകളും നന്ദി ഏർക്കുക. ഇത് നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കാം.